ഒരു 3-4 മാസം മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു മണി ബാങ്ക് ആണ് ഈ കാണുന്നത്. അപ്പോൾ 1,00,000 രൂപേന്റെ മണി ബാങ്കാണ്. 186 രൂപ എടുത്തൊരു 4 മാസം 5 മാസമായി ഉണ്ടാവുക. ആ സമയത്താണ് നമ്മൾ ഇത് വാങ്ങുന്നത്. ഇത് വാങ്ങിയിട്ട് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കൗതുകത്തിന് പുറത്തൊരു വലിയ ലക്ഷ്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ 500 രൂപ, 100 രൂപ, 50 രൂപ, അതുപോലെ തന്നെ 200 രൂപ, ഇങ്ങനെ എമൗണ്ടുകളാണ് ഇതിൽ കാണുക. അപ്പൊ നമ്മൾ എത്ര പൈസയാണോ ആ മണി ബാങ്കിൽ നിക്ഷേപിക്കുന്നത്, ആ പൈസകളൊക്കെ ഞങ്ങൾ വല്ല സ്കെച്ച് കൊണ്ട് കറുപ്പിച്ച് ഇപ്പോൾ 1,00,000 റുപ്യായ ഒരു മണി ബാങ്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നമ്മളിത് പൊളിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇത് എന്തിനാ പൊളിക്കണമെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് വാങ്ങണ ആളുകളൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജിതിനോടാണ് ഇന്നിപ്പോൾ ഇത് പൊളിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ജിതിന് അതിന്റെ മുന്നേ ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാണ്. ഇത് വാങ്ങിയ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പൊ ഇതിൽ എഴുതിക്കണ സ്മോൾ എമൗണ്ട് ബിക്കം ബിഗ് സേവിംഗ് എന്ന് ഓർത്തിക്കണം. അതുപോലെ തന്നെ 1,00,000 രൂപ. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് 1,00,000 രൂപേന്റെ ഉണ്ട്, 50,000, 10,000, 1,06,000, അങ്ങനെ ഒരുപാട് എമൗണ്ടിന്റെ മണി ബാങ്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിലുണ്ട്, മീഷോയിലുണ്ട്. അങ്ങനെ ഉള്ള ആപ്പുകളിൽ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന എല്ലാ ആപ്പുകളിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കുട്ടിക്കൂറന്റെ ഈ പൗഡറിന്റെ ടിൻ ഉണ്ടല്ലോ, ഒഴിഞ്ഞ പൗഡറിന്റെ ടിൻ, അതിന്റെ അടിയിൽ നമ്മൾ ഹോൾസ് ആക്കിയിട്ട് ഓരോ നാണയങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നാണയത്തുണ്ടുകൾ അല്ലെങ്കിൽ 1 രൂപ 2 രൂപ നോട്ടുകളൊക്കെ നമ്മൾ നിക്ഷേപിക്കും. ആ നിക്ഷേപത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും കൂടിയാണ് നമ്മളത് നിക്ഷേപിക്കുന്നത്. പക്ഷെ ഒരിക്കലും ആ കുട്ടിക്കൂറ നിറയാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, അതൊന്ന് നിറയ്ക്കാനോ നമുക്ക് ഒരിക്കലും ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മണി ബാങ്ക് അല്ലെങ്കിൽ ഒരു കാശിക്കുറ്റി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിത് മറ്റേ കൊടുവാളോ അല്ലെങ്കിൽ മടാക്കത്തി, അങ്ങനെ കത്തിയും കാര്യങ്ങളൊന്നും വേണ്ട, അതിന്റെ ബാക്കിൽ തന്നെ കൊണ്ട് പൊളിച്ചാൽ കൊണ്ട് പോരുന്ന ഒരു സാധനമാണ് ഈ കാശിക്കുറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് പൊളിച്ചെടുത്തപ്പോൾ നമ്മൾ 1,00,000 രൂപ ഇതിലുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അപ്പൊ നമ്മൾ ആ പൈസ കാട്ടിത്തരാനല്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സംഭവം കാട്ടിത്തരാൻ. കണ്ടോ, ഈ നോട്ട് ഇടുന്ന ആളുകൾ ഈ കാശിക്കുഞ്ചിന്റെ അല്ലെങ്കിൽ മണി ബാങ്കിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ഇതിൽ ക്യാഷ് ഇട്ടിട്ട് എന്ത് ചെയ്യരുത്, അതിൽ വെച്ചാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പണം ഇടുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ ഇത് എന്നുള്ള സമയത്ത് അമ്പാടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അമ്പാടിയും കൂടി വന്ന് ജിതിന് വേണ്ടി സഹായിക്കുകയാണ്. നമ്മൾ ഇതിലിട്ട് നോട്ടിന് മുകളിൽ ചെറിയ ചെറിയ ഒരു പൊടി അല്ലെങ്കിൽ നോട്ടിന് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിത് പൊളിച്ചെടുത്തു. അപ്പോൾ ഇത് എണ്ണി തിട്ടപ്പെടുത്തണം. ഏകദേശം അല്ല, 1,00,000 രൂപ, ഏകദേശം നല്ല 1,00,000 രൂപ എന്തായാലും ഉണ്ടാവുന്നത് നമുക്ക് ഉറപ്പാണ്. നമ്മളത് കറക്റ്റായിട്ടാണ് അതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു 10-300 രൂപ കൂടാൻ സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ 1-2 പ്രാവശ്യം ഞാൻ 200-100 രൂപ ഇടുന്ന സമയത്ത് അത് കറുപ്പിക്കാൻ മറന്നു പോയിക്കണമെന്ന് ഞാൻ സംശയം അവരോട് പറഞ്ഞു. അവരോട് 1,300,000 രൂപ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാലയളവിലേക്ക് മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ക്യാഷൊക്കെ അതിലിട്ടേക്കാൻ സാധ്യതയുള്ളൂ. ഇതന്നെ ഞാൻ അലമാറയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു മണി ബാങ്കാണ്. കാരണം അങ്ങനെ കാറ്റിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാകാൻ സാധ്യത, എന്നിട്ട് പോലും അതിനുള്ളിൽ ചെറിയ പൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇത് എന്താണ് ഇനി എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന്, അല്ലെ ഒരു വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞാനൊരു വീടുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ മുകളിലാണ് ഇത് ചെയ്തത്. അപ്പോൾ 1,00,000 രൂപ കൊണ്ട് വീടുണ്ടാക്കാൻ കഴിയുമെന്നല്ല, ആദ്യം വീട് പണി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഞാൻ എടുത്തു വെച്ച പൈസനെ കൊണ്ട് എനിക്ക് എന്താണോ അതിന്റെ തറക്കല്ലിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ വീട് പൊളിച്ച് നന്നാക്കണം എന്ന് വിചാരിച്ചിട്ട് 2 വർഷക്കാലത്തോളമായി. അപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം മണ്ഡല മാസം അല്ലെങ്കിൽ വൃശ്ചിക സ്വാമിമാർ ആ മാസത്തിൽ 1-ാം തീയതി കുറ്റിയടിച്ച് പരിപാടി തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് വേണ്ടി വെച്ചാണ്. അപ്പൊ അത്ര കാലയളവ് ഇപ്പൊ 1-1.5 മാസം കൂടി വെച്ചാൽ നോട്ടുകളൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിനെ കൊണ്ടാണ് ഞാൻ അത് ഇന്ന് തന്നെ പൊളിച്ചത്. അത് ഇന്ന് പൊളിച്ചിട്ട് അത് ബാങ്കിൽ കൊണ്ടുപോയിടും, മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജിതിനോട് പറഞ്ഞ പ്രകാരമാണ് ഇത് പൊളിച്ചത്. അപ്പം നിങ്ങൾ ഇതേപോലെ വീഡിയോകളോ കണ്ടിട്ട് ഇങ്ങനെ ഉള്ള ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സേവിങ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ മണി സേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അവർ ഒരു ആഗ്രഹം അവർ വളർത്തിക്കൊണ്ടുവന്നാൽ
ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാനിത് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അമ്പാടിക്ക് വാങ്ങിക്കൊടുക്കുന്നു, ഒരു 10,000 രൂപയുടെ ചെറിയൊരു മണി ബാഗ്. ഈ വർഷം ശബരിമലക്ക് പോകുന്ന സമയത്ത് അമ്പാടീനെ കൊണ്ട് കഴിയുന്ന രൂപകളൊക്കെ അതിലിട്ടിട്ട് ഈ അമ്പാടീൻ്റെ എന്താ എടുത്തു വെച്ച പൈസേനെ കൊണ്ട് ശബരിമലക്ക് പോകാന്നൊക്കെ അമ്പാടീനോട് ഞാൻ പറഞ്ഞ് വാങ്ങിക്കൊടുത്തിട്ട് ജിത്തു വെറുതെ വന്ന് ഇരുന്നിട്ട് ഇതൊക്കെ എന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങൾ വന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഏകദേശം 1,300,000 രൂപ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഒരുപാട് കാലത്തോളം ക്യാഷ് ഒന്നും അതിലിട്ട് വെക്കരുത്. നമ്മൾ ചെറിയൊരു കാലയളവിലേക്ക് ക്യാഷൊക്കെ ഇട്ട് വെച്ച് നമ്മൾ ആവശ്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.